പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ഒക്ടോബർ മാസം ഒരു സംതിങ് സ്പെഷ്യലാണ്. മാർപ്പാപ്പ നമുക്ക് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു മിഷൻ അനുഭവം പെട്ടെന്ന് ഓർമ്മ വരായിരുന്നു. ഞാൻ അന്ന് ജീസുവിലായിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ആദ്യത്തെ മിഷൻ ട്രിപ്പ് പോയി ചെന്നത്. ഞങ്ങൾ ചെറിയൊരു ഗ്രാമത്തിൽ ചെന്നു. ആ ഗ്രാമത്തിൽ ചെന്നിട്ട് ആ ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ദ്വീപിൽ നടക്കുന്ന ഒരു പള്ളിയാണ്. അവിടെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പോയി. കിലോമീറ്ററോളം സമയമെടുത്താണ് ഞങ്ങൾ അവിടെ പോയത്. അവിടെ ചെന്ന് അച്ഛൻ കുർബാനയ്ക്ക് മുന്നേ ചെറിയൊരു ഹോംലി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് കരിസ്മാറ്റിക്കാരായിട്ടുള്ള കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരെ മുഴുവൻ വിട്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ജന്മന കണ്ണ് കാണാത്തൊരു കുഞ്ഞുമായിട്ടൊരു മാതാവ് കടന്നു വന്നു. ആ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായിട്ട് തൊട്ടു, സൗഖ്യം കൊടുത്തു. ആ സൗഖ്യം ആ സൗഖ്യം എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു അത്ഭുതം എനിക്ക് വേണ്ടിയായിരുന്നു. അന്ന് മുതൽ എനിക്ക് മിഷനോട് പ്രത്യേക സ്നേഹം ഉണ്ടായി. അന്ന് മുതൽ എന്നൊക്കെ ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്നൊക്കെ എനിക്ക് 5 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസം ഗ്യാപ്പ് കിട്ടിയോ അപ്പോൾ ഞാൻ മിഷനിലേക്ക് പോകും. മിഷനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, മിഷന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തുകൊണ്ടിരുന്നു. എന്നെ ഈ മിഷനറി ആക്കിയത് എൻ്റെ യാത്രയാണ്. അതേപോലെ ഈ ഒരു ഒക്ടോബർ മാസം, ഈ ഒരു കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒക്ടോബർ മാസം ഈ മിഷന് വേണ്ടി നമുക്ക് പറ്റാവുന്നത്ര യാത്ര ചെയ്യാനാണ്. ഏതെങ്കിലും ഒരു മിഷൻ ഗ്രാമത്തിലേക്കോ മിഷൻ സംസ്ഥാനത്തിലേക്കോ നമുക്ക് യാത്ര ചെയ്യാം. അത് നിങ്ങളുടെ വലിയ മിഷനറിയാക്കി മാറ്റും. ഈ ഫിയാത്ത് മിഷൻ്റെ കാര്യം എടുക്കുകയെന്നുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയ അന്നുണ്ടായ ആദ്യത്തെ മിഷൻ ട്രിപ്പിലുണ്ടായ ഒരു മിഷൻ അനുഭവമാണ് എന്നെ ഒരു മിഷനറിയാക്കി മാറ്റിയത്. എന്ന പോലെ ഇപ്പോൾ മിഷനിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിളില്ലാത്ത, ഇതുവരെ ബൈബിൾ അച്ചടിക്കപ്പെടാത്ത ഭാഷകളിൽ ബൈബിൾ അടിക്കുവാനും അതേപോലെ തന്നെ ആഫ്രിക്കൻ ഭാഷകളിൽ ബൈബിൾ അടിക്കാനൊക്കെ കർത്താവ് ഞങ്ങളെ അനുവദിച്ചു. അതേപോലെ തന്നെ അനേകം ശുശ്രൂഷകർ കടന്നു വന്ന് അനേകം സംസ്ഥാനങ്ങളിൽ അനേകം സ്ഥലങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മിഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു മിഷൻ അനുഭവം കിട്ടാൻ വേണ്ടി മിഷനിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ഒരു മിഷൻ സ്ഥലങ്ങൾ ദത്തെടുത്ത് പ്രാർത്ഥിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു കൊന്തമാസം തന്നെ ഈ മാതാവിനോട് ഒപ്പം ചേർന്ന് ഈ ഒരു മിഷൻ മാസം നമുക്ക് ആഘോഷിക്കാം. പ്രൈസ് ദി ലോർഡ്.